കുടിയനായ ഒരാൾ തകർച്ചയുടെ ഏതറ്റം വരെ പോകുമെന്ന് നമ്മോട് പറയുന്ന ഒരു കഥ. സാങ്കല്പിക കഥയല്ല, ഒരു ജീവിതാനുഭവ കഥ. പ്രജേഷ് സെൻ രചനയും സംവിധാനവും നിർവഹിച്ച വെള്ളം ദി എസെൻഷ്യൽ വാട്ടർ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് 2021 3 വർഷങ്ങൾക്ക് ശേഷവും ഈ ചിത്രം മുന്നോട്ട് വച്ച പ്രമേയത്തിന്റെ പ്രസക്തിക്ക് ഒട്ടും കുറവില്ല. കാരണം മദ്യപാനവും അതിന്റെ പരിണിത ഫലങ്ങളും നമ്മുടെ സമൂഹത്തിൽ കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കഥാനായകൻ മുരളി എന്ന ചെറുപ്പക്കാരനാണ്. അച്ഛനും അമ്മയും ഭാര്യയും മകളും അടങ്ങുന്നതാണ് അയാളുടെ കുടുംബം. രാവെന്നോ പകലെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാതെ നല്ല സുബോധത്തിലാണ് പലപ്പോഴും അയാൾ വീട്ടിലേക്ക് കയറി വരുന്നത്. ഉറങ്ങിയില്ലേ? നേരത്തെ മുരളിയുടെ അമിതമായ മദ്യപാനം മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബത്തെയും ചുറ്റുപാടുകളെയും അയാൾ പാടെ അവഗണിക്കുകയാണ്. എല്ലാവർക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കേണ്ട അയാൾ പലപ്പോഴും തെരുവിലാണ് ഉറങ്ങുന്നത്. എന്നാൽ അടിസ്ഥാനപരമായ അയാൾ നല്ലൊരു മനുഷ്യനും തന്നാൽ ആകും വിധം മറ്റുള്ളവർക്ക് ഉപകാരിയുമാണ്. എങ്കിലും അയാൾ ചെയ്യുന്നതെല്ലാം മദ്യം എന്ന ഒറ്റ കാരണം കൊണ്ട് മോശമായി അവസാനിക്കുന്നു. സജിയേട്ടാ, ഒന്നാട് നിന്നേ. നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? ഞാൻ കണ്ടതാണെന്നേ. നിനക്ക് കള്ളുടിക്കാൻ കാശുകൊണ്ട് ഞാൻ തരില്ലേ? ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തിനാണ് മോതിരം? എനിക്ക് എന്തിനാണ് മോതിരം? ഞാൻ എടുത്തറിയാ. എനിക്ക് കൈ തന്നല്ല ഞാൻ എടുത്ത. നിങ്ങളൊന്ന് പറ. വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കും. നാട്ടിലിറങ്ങി കക്കൂല. നമ്മുടെ മോൻ കുടിയന, പക്ഷെ കള്ളനല്ല. ഞാൻ എടുത്തിട്ടില്ല മച്ചന. അയാളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും സഹിക്കാനോ കണ്ടു നിൽക്കാനോ കഴിയാത്ത ആ ദുരനുഭവത്തിന്റെ കയ്പ് നോവിലും തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ആ യുവാവിന് ആകുന്നില്ല. മദ്യത്തിന് അടിപ്പെട്ട അയാളുടെ മനസ്സിൽ നിന്ന് സ്നേഹത്തിന്റെയോ പ്രത്യാശയുടെ ചെറു സ്ഫുരണം പോലും ഉണ്ടാകുന്നില്ല. എത്ര കാലം തങ്ങൾ ഇത് സഹിക്കുമെന്ന് അയാൾക്ക് വേണ്ടപ്പെട്ടവർ സ്വയം ചോദിക്കുന്നുണ്ടാവാം. അങ്ങനെ ഇരിക്കെയാണ് മകളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് വരുന്നത്. മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അവളുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് അയാൾ നടക്കുമ്പോൾ അയാളിൽ നിന്ന് ഒരു നന്മ കാണാൻ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും. ഞാൻ വേമരം എനിക്ക് കൃഷിഭവന്റെ ഒരു ഒപ്പിടാണ്. ഞാൻ വേഗം വരാം. കേറിക്കോ. എന്നല്ലോ സോനെ വീട്ടിലെ കുട്ടി അച്ഛൻ വന്നിട്ട് ഇതുവരെ? അച്ഛൻ വന്നോളൂ. പ്രാർത്ഥന ചൊല്ലാനില്ലല്ലേ? മോള് വാ. വിഷമിക്കണ്ട കേട്ടോ. പൂവനമീ മനമായിടാൻ പാവന ചിന്തകളേകേണം തൂമൊഴി നാമ്പുകൾ നാത്തുമ്പിൽ തോന്നുവാൻ ആത്മാവിൽ വാഴേണം അഴലിന്റെ ഇരുൾ മുകിലമായ്ക്കും മായ വാനമഴവിൽ പൊരുളു നീയേ. ഇതിൽ പരം ഒരാൾ എത്രത്തോളം അധപതിക്കണമല്ലേ? എന്നാൽ അവിടെയും തീരുന്നില്ല മദ്യത്തോടുള്ള അയാളുടെ അടങ്ങാത്ത ആസക്തിയും അതുമൂലമുള്ള കുഴപ്പങ്ങളും. മരണവീട്ടിൽ പോലും അയാൾ മോശമായി പെരുമാറുന്നു. അതിന്റെ പേരിൽ ജയിലിലാകുന്നു. കനത്ത ഒറ്റപ്പെടലിന് വിധേയനാകുന്നു. ഒടുവിൽ
പഴയ ഒരു സുഹൃത്തിന്റെ ഇടപെടലിൽ ഒരു ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നു. അതിനിടയിലും ആത്മഹത്യാ ശ്രമവും മദ്യപാനവും. പിന്നെയും നീണ്ട ചികിത്സയ്ക്ക് ശേഷം മുരളി മദ്യത്തോട് ഗുഡ് ബൈ പറയുന്നു. എന്നാൽ അപ്പോൾ അത് വിശ്വസിക്കാൻ ആരും തയ്യാറാകുന്നില്ല. തീവ്രമായ നിരാശയ്ക്ക് അടിപ്പെട്ട് ആ ചെറുപ്പക്കാരൻ വീണ്ടും ആത്മഹത്യക്കൊരുങ്ങുന്നു. എന്നാൽ വിധി അയാൾക്ക് മറ്റൊരു നിയോഗം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നിമിത്തമായത് ഡി അഡിക്ഷൻ സെന്ററിൽ മുരളിയെ ചികിത്സിച്ച ഡോക്ടറാണ്. ഈ മദ്യപാനം ഒരു രോഗമാണെന്ന് മനസ്സിലാക്കി അത് ചികിത്സിച്ച് ഭേദമായ ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ മനോരോഗത്തിന് ചികിത്സിച്ച് അത് ഭേദമായ ഒരാൾ ഓടിക്കുന്ന വണ്ടിയിൽ നമ്മൾ ധൈര്യമായിട്ട് കയറും. അങ്ങനെയുള്ള ഒരാളെ ജോലിക്ക് വെക്കും. അതേ മനോഭാവം തന്നെയാണ് ഈ കുടി നിർത്തിയ ആളോട്. അവൻ കുടിയനായിട്ട് തന്നെ മരിക്കണം. മുരളിയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ തണലില്ല. സ്നേഹം അതൊന്ന് കൊടുത്തു നോക്ക്. കീഴടങ്ങും ഏത് കൊലകൊമ്പൻ. കഥ അവസാനിക്കുമ്പോൾ പഴയതെല്ലാം മറന്ന് എല്ലാവരും സ്നേഹം കൊടുത്ത മുരളി പുതിയൊരു മനുഷ്യനാകുന്നു. അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ജീവിത വിജയം കണ്ടെത്തുന്നു. മുരളിയെ ചികിത്സിച്ച ഡോക്ടറുടെ വാക്കുകൾ കടമെടുത്താൽ മദ്യപാനം ഒരു രോഗം തന്നെയാണ്. അങ്ങനെയെങ്കിൽ പല രോഗങ്ങളും വരാതിരിക്കാൻ മുൻകരുതൽ എടുക്കുന്ന പോലെ മദ്യം ഉപയോഗിക്കാതിരിക്കാൻ ഓരോരുത്തരും മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു. മദ്യം ഉപയോഗിക്കാത്തവരെയും അവരുടെ ജീവിത വിജയത്തെയും മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ടാവും. നമ്മളത് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോഴല്ലേ അതിന് മഹത്വം ഉണ്ടാകുന്നു.